അപ്പം എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹോം ടൂർ ആട്ടോ ചെയ്യുന്നത്. അപ്പം ഇതാട്ടോ, ഇത് മെയിൻ റോഡാണ്. അവിടെ നിന്ന് ഇത്ര ഉള്ളു കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ളു. അപ്പം ഇങ്ങ് മാറ. അപ്പം നമ്മളിങ്ങനെ തുറന്ന് കയറുവാണ്. സൈഡിൽ നമ്മൾ ഇത്തവണ വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പം ബോഗൻവില്ലയല്ലോ ട്രെൻഡ്. അപ്പം ഞങ്ങളും കുറച്ച് ബോഗൻവില്ലയൊക്കെ മേടിച്ച് അങ്ങനെ സെറ്റാക്കി. ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇത് പിന്നെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും, നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തായിരുന്നു. നമ്മുടെ പയറില്ലേ, 22 മണി പയറല്ലേ, അപ്പം ആ പയറാണ്. ഇപ്പം തീർന്നു കേട്ടോ. ഞങ്ങൾ തോരനൊക്കെ വെച്ച് കൂട്ടി തീർന്ന് അതിൻ്റെ വിത്തൊക്കെ എടുത്ത്. പിന്നെ ഈ സൈഡിൽ ഒരു കിണറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുളിയില ചുട്ടതില്ലായിരുന്നോ, അതിൻ്റെ ആ പുളി കേട്ടോ, നമ്മൾ ആ പുളിയില പറിച്ച പുളി കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്, ഒരു തെങ്ങുണ്ട്, അതിൻ്റെ പുറകിലൊരു പ്ലാവൊക്കെയുണ്ട്. പിന്നെ മുറ്റത്ത് ഒരു വലിയ മാവുണ്ട് കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഊഞ്ഞാല് കെട്ടാൻ പറ്റിയ ഒരു സൗകര്യം ഇല്ല. പക്ഷെ ഞങ്ങളിപ്പം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു. പഴയത് ചെളിയൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും ഞങ്ങൾ ചുമ്മാ ചെടിയെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ കേട്ടോ നമ്മുടെ ഒരു കൊച്ചു വീട്. ഇവിടെ ഒരു കാർ പോർച്ചുണ്ട്. സൈഡിൽ ഞങ്ങളിങ്ങനെ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അപ്പച്ചൻ കെട്ടിക്കൊടുത്ത ഊഞ്ഞാലാണ്. ഇതുണ്ട് ഊഞ്ഞാല്. പിന്നെ അപ്പച്ചൻ്റെ ഇലക്ട്രിക് ബൈക്ക് കേട്ടോ ഇത്. അപ്പച്ചൻ ഇവിടെ അത്യാവശ്യം ഇതിലേക്കൂടെയൊക്കെ ഒന്ന് നടക്കാനും എന്തെങ്കിലുമൊക്കെ പള്ളിയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. അതിനിപ്പോൾ ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പം അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ സിറ്റ് ഔട്ട് കേട്ടോ. ഇനി നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ ഒരു കർത്താവിൻ്റെ രൂപമൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫാനും ഉണ്ട്. അപ്പം ഇതാ കേട്ടോ നമ്മുടെ ഒരു കൊച്ചു ഭവനം. കയറുന്ന ഒരു ലിവിങ് ഏരിയ എന്നൊക്കെ പറയാം. ഇതൊക്കെ ഞങ്ങളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിനോവേഷൻ പോലെ ഒന്ന് ചെയ്തതാ കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ ഈ തവണ ചെയ്ത ഒരു രൂപക്കൂടാണ്. പിന്നെ ഒരു ചെറിയ സെറ്റ് കേട്ടോ, അതാ മേടിച്ചിട്ടേക്കുന്നത്. കാരണം നമുക്കിവിടെ ഒത്തിരി വലുത് മേടിച്ചിടാനുള്ള സൗകര്യം ഇല്ല, റൂമിന് വലിപ്പം കാരണം. അപ്പം വലിപ്പം ഇല്ലായ്മ കാരണം കേട്ടോ, വലിപ്പം ഉള്ളത് കൊണ്ടല്ല, വലിപ്പം ഇല്ലാത്തത് കൊണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിൽ ഇതുപോലെ ഒരു കോർണറിന്റെ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. അതിന് പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റില്ലേ, മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു റൂമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെയായിരുന്നു സൈഡിൽ വാതിലൊക്കെ, അതൊക്കെ ഞങ്ങൾ ഫുള്ളി മാറ്റി ഇങ്ങോട്ട് വാതിൽ കൊടുത്ത്. പിന്നെ ഇതും ഒരു ഭിത്തിയായിരുന്നു, അതൊക്കെ മാറ്റി ഈ തവണ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു റിനോവേഷൻ, പുതിയൊരു വീട് പണിയാൻ ഒത്തിരി പൈസ ആയില്ല. അപ്പം ഉള്ളതേലെ നമ്മൾ ചെറിയ തോതിൽ ഒന്ന് ജസ്റ്റ് ഒരു മിനുക്കുപണിയൊക്കെ ചെയ്ത് നമ്മൾ എടുത്തതാണ്. പക്ഷെ നമ്മളിതിൽ ഹാപ്പി ആയിട്ടോ. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഹാളിലേക്കാട്ടോ വരുന്നത്. ഹാളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതാണ് TV-യുടെ യൂണിറ്റ്. അവിടുത്തെ നമ്മൾ ഫോട്ടോയും കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പഴയ സെറ്റ്. അപ്പോൾ ഇതൊക്കെ അവരുടെ നൊസ്റ്റാൾജിയ പോലെ ഫണ്ട് ഉണ്ടാക്കിയ ഒരു കാര്യമായതുകൊണ്ട് അതൊന്നും കളയാൻ തോന്നാത്തത് കൊണ്ട് നമ്മൾ ഇത് ചെയ്ത്. ഇത് പിന്നെ ഒരു ആർച്ച് പോലെയായിരുന്നു കേട്ടോ ഇതിരുന്നത്. അപ്പം അതൊരു സുഖം തോന്നിയില്ല. ഇത്രയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ സെറ്റാക്കിയതാണ് ഇത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്നാക്കിയെടുത്ത്. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിലുള്ള ഒരു വാഷിംഗ് ഏരിയ സ്പേസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, മിററിനകത്ത് ഇതുണ്ടോ. ഓരോ നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈറ്റ്, 3 ലൈറ്റ് വരും. ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി. പണ്ടൊക്കെ സാധാരണ രീതിയിലായിരുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞപ്പം നല്ലൊരു കാണാനും. വലിയ വീടല്ലേലും കുഞ്ഞു വീട്ടിൽ എല്ലാം ഉണ്ട്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇതൊക്കെ പഴയതാട്ടോ, നമ്മൾ തേക്കും കൊണ്ട് ഇതൊക്കെ പണിയിച്ചൊരു ഡൈനിങ് ടേബിളാണ്. അതുകൊണ്ട് പിന്നെ അതൊന്നും മാറ്റിയൊന്നുമില്ല. പിന്നെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ദിവാൻ കോട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇതും ഒരു ഷോക്കേസ് ആയിരുന്നു, പഴയ രീതിയിലുള്ള ഒരു ഷോക്കേസ് ആയിരുന്നു ആക്ച്വലി കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ ഇത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ളത്, അത് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് മാറ്റി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇപ്പത്തുള്ള ഒരു രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യിച്ചതാണ്. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പം 3 റൂമാണ് ഉള്ളത്. ഒന്ന് ഈ റൂമും, പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു റൂമും ഉണ്ട്. പിന്നെ ഈ തവണ ഞങ്ങൾ ചെയ്ത കേട്ടോ ബ്ലൈൻഡ് കർട്ടൻ.
ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സൗകര്യമുള്ള ഒരു സാധനമാണ്. കാരണം നമുക്ക് ഇതുണ്ടോ, ഇതിങ്ങനെ മൊത്തം താത്തുകയും ചെയ്യാം, അതുപോലെ തന്നെ പൊക്കുകയും ചെയ്യാം. ഇപ്പം ഇത് മൊത്തം ക്ലോസാണ്. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം വെളിയിൽ നിന്ന് ഒരാൾ നോക്കിയാലും ഒന്നും തന്നെ കാണില്ല. പക്ഷെ ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പം മൊത്തം പൊക്കുണ്ടെങ്കിൽ ഇത്ര ഒന്ന് ആക്കി ഇടാൻ മതി. അപ്പം അത്യാവശ്യം നമ്മുടെ റൂമിന് നല്ല വെട്ടമൊക്കെ കിട്ടുകയും ചെയ്യും, നല്ലതുമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ മൊത്തം മുകളിലോട്ട് ആക്കിയിടാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കതനുസരിച്ച് ചെയ്യുകയും ചെയ്യാം. ഇത് ഞങ്ങൾ ഈ തവണ ചെയ്ത ഒരു കാര്യം കേട്ടോ. ഇത് പിന്നെ ഒരു റൂമാട്ടോ. ഇവിടെ നമ്മളിങ്ങനെ ഒരു കോർണർ സ്റ്റാൻഡ് പോലെ അത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു AC ഉണ്ട്, അതുപോലെ തന്നെ തുണി വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡും ഉണ്ട് കേട്ടോ. തോമാസിന് ഇവിടെ കിടക്കുന്നുണ്ട്, മൂശാട്ടയായിട്ട് കിടക്കുന്നതാണ്. ഈ ഇവിടെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം പോലെ ഇതുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഈ തവണ ചെയ്ത ഒരു പുതിയതായിരുന്നു. സാധാരണ ഫൈബറിന്റെ ആയിരുന്നു, അത് മാറ്റിയിട്ട് ഈ ഒരു ഇത് കൊടുത്തതാണ്. ഒരു റൂമാട്ടോ. അതിന്റെ അടുത്ത് തന്നെ ഈ കോമൺ ബാത്റൂമിനോട് അടുത്ത് തന്നെ ഒരു ബാത്റൂം ഇത് റൂമും ഉണ്ട്. പിന്നെ റൂം കേട്ടോ, ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കേട്ടോ. നമ്മൾ ആദ്യമേ കണ്ട ബാത്റൂം അറ്റാച്ച്ഡ് ആട്ടോ. ഇത് മൊത്തം ഇപ്പം കച്ചറയായിട്ട് കിടക്കുവാണ്. ഞങ്ങൾ പോകുന്ന അന്ന് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ലഗേജ് ഒക്കെ ഇങ്ങനെയായിട്ട് ഇരിക്കുക കേട്ടോ. ഇത് കിച്ചണിലേക്കുള്ളതാട്ടോ. ഇത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്ത ഒരു കാര്യമാണ്. ഇതൊക്കെ പഴയ രീതിയിലുള്ള കബോർഡും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റ് ആക്കി കേട്ടോ. മുകളിലൊക്കെ ക്ലോസിങ് ആക്കി ഇങ്ങനെ ഒരു സംഭവമൊക്കെ ആക്കി. ഇത് പണ്ടും ഉണ്ടായിരുന്ന വിറകടുപ്പാട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് മാറ്റിയിട്ടില്ല, ഇത് അതേപടി തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് ഇതിലൊന്നും ചെയ്യാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. ആ പഴയ രീതിയിൽ ചിമ്മിണിയൊക്കെ ഉള്ള ഒരു അടുപ്പാണ്. പിന്നെ ഇവിടെ നമുക്ക് ഓവനൊക്കെ ഇങ്ങനെ എടുത്ത് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഉള്ളിൽ തന്നെ സെറ്റ് ആക്കാം. പിന്നെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു ഡോറാണ്. ഇതിനകത്ത് നമ്മുടെ മിക്സിയൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയ രീതിയിൽ. അപ്പം വെളിയിലോട്ടൊന്നും കാണുമൊന്നുമില്ല, നല്ല നീറ്റായിട്ട് കിടന്നോളും. ആ ഒരു രീതിയിൽ നമ്മൾ കബോർഡൊക്കെ സെറ്റ് ആക്കിയതാണ്. പിന്നെ ഇത് ഓപ്പൺ, ഇതൊക്കെ ക്ലോസ് ആയിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് പഴയ വീട് കാണുമ്പോൾ അറിയാം, ഇപ്പം പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ ഒരു റൂം പോലെയായിരുന്നു, ഇവിടെ ഒരു ജനലൊക്കെ ആയിട്ട്. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ ഈ തവണ ഇങ്ങനെ ഓപ്പൺ ആക്കി എടുത്ത്. അപ്പൊ നല്ല സ്പേഷ്യസ് ആയി, നമ്മുടെ കിച്ചൺ നല്ല സ്പേഷ്യസ് ആയി കേട്ടോ. ഈ തവണ ഞങ്ങൾ വന്നപ്പോൾ മേടിച്ചതാട്ടോ പൂജ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ടാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് വെള്ളം ഇങ്ങനെ നമുക്ക് ടാപ്പിൽ നിന്ന് എടുത്ത് കുടിക്കാം. നല്ല രുചിയായിട്ട് നമ്മൾ കിണറിൽ നിന്ന് കുടിക്കുന്ന ഇതാണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 550 രൂപയായതുള്ളൂ. അപ്പൊ നിസ്സാരം പൈസ ആയിട്ട് നമുക്ക് നല്ല കിണറിൽ നിന്ന് കുടിക്കുന്ന രീതിയിലുള്ള വെള്ളം കുടിക്കുകയും ചെയ്യും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പരവേശം എടുത്താൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാം. പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ പാത്രങ്ങൾ ഡെയിലി എടുക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ തവണ വന്നപ്പോൾ മേടിച്ചതാട്ടോ. ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. എല്ലാവരുടെയും വീട്ടിലും നമ്മൾ സാധാരണ വാഷ് ബേസിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഈ സിങ്കിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ഈ സ്പോഞ്ചും ഈ സ്റ്റീലൊക്കെ ഇടുവല്ലേ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. മുക്കി എടുക്കുമ്പോഴാണേലും നമ്മൾ പിന്നെ ആ ബ്രഷ് ഇടുമ്പോൾ അത് മൊത്തം ഇതാവും, അതിനകത്ത് മൊത്തം കേടായി ചീത്തയായി പോവും. അപ്പത്തേക്കും ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് വാഷ് ചെയ്ത് ഇതിനകത്തുള്ളിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിനു വേണ്ടി 100 രൂപയോ 150 രൂപയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ, നിസ്സാരം പൈസ ഉള്ളു. ഇതും ഞങ്ങൾ ഈ തവണ സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. മുന്നേ ഇതായിരുന്നു ഇവിടെ കടന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ഉള്ളില് നമുക്കിങ്ങനെ ഗ്യാസ് സിലിണ്ടർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. അങ്ങനെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഇങ്ങനെ വലിക്കുന്ന ഇത് കണ്ടോ, ഇതുപോലത്തത് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ച് വെക്കാം. അതുപോലെ തന്നെ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റിയതായിട്ടുള്ള ഡോറുകൾ കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റൗ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ തവണത്തെ കൗതുകത്തിന് മേടിച്ച സാധനം കേട്ടോ, ഉപ്പിടാൻ വേണ്ടിയുള്ള സാധനം. പിന്നെ അമ്മച്ചി അവിടെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചക്ക പഴം അതിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടാന്ന് നല്ല ചക്കപ്പഴം. അപ്പം അമ്മച്ചി ഇപ്പം അത് കഴിച്ചോളാൻ പറഞ്ഞ് എടുത്തു വെച്ചതാണ്. പിന്നെ നമ്മളിവിടെ ഇങ്ങ് വരുമ്പം നമ്മളിവിടെ ഇത് ഫ്രിഡ്ജ് സെറ്റാക്കി. ഇതൊക്കെ അപ്പുറത്തിരുന്നായിരുന്നു, പഴയ കിച്ചണിൽ ഇരുന്നായിരുന്നു, ഇങ്ങോട്ട് മാറ്റി. അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ ഹോം ടൂർ ആണ്, വലിയ വീടൊന്നുമല്ല. അപ്പം ഞങ്ങൾ ഈ തവണ ഞങ്ങൾ പുതുതായിട്ട് ചെയ്ത കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.